മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പഴയ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്ത് തീർത്ത് സർക്കാർ. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോഴാണ് തുക അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ചാണ് രാഷ്ട്രീയ നിയമനത്തിലൂടെ എത്തിയ ഇഷ്ടക്കാർക്ക് പണം നൽകുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ മൗനം തുടരുന്നതിനിടയിലാണ് നടപടി. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതോടെ വി.എസ്. അച്യുതാനന്ദനെ ഒതുക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥാനമായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. കോടികൾ ചെലവഴിച്ചെങ്കിലും ഭരണത്തിൽ കാര്യമായ പരിഷ്കാരമൊന്നുമില്ലാതെ ഭരണപരിഷ്കാര കമ്മീഷൻ വെറും നോക്കുകുത്തിയായി. അച്യുതാനന്ദൻ ചെയർമാനായിരുന്ന കാലത്ത് കൂടെയുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കാണ് ഇപ്പോൾ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത്. 8.64 ലക്ഷം രൂപയാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശികയായി നൽകിയത്. പണം നൽകാൻ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവും വരുത്തി. കുടിശ്ശിക അനുവദിച്ചത് പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ കയറിക്കൂടിയവർക്കും. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 4 ഗഡു സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെയും കൊടുത്തു തീർത്തിട്ടില്ല. ഏപ്രിലിൽ 2 ഗഡു PF-ൽ ലയിപ്പിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനമുണ്ടെങ്കിലും അന്തിമ തീരുമാനമെടുക്കാതെ സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ്. അപ്പോഴാണ് രാഷ്ട്രീയ നിയമനം വഴി പേഴ്സണൽ സ്റ്റാഫിലെത്തിയവർക്ക് നൽകേണ്ടതെല്ലാം നൽകുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.